എന്താ പടത്തിന്റെ പേര്? മേശ ആൻഡ് കസേര? അയ്യോ, മേശ ആൻഡ് കസേരയല്ല. ഇനി ഒന്നും നോക്കണ്ട. നീ കണ്ട കൃഷ്ണൻകുട്ടി? എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ പടം സൂപ്പർ ഹിറ്റ് അല്ലേ? മേക്കിങ്ങും മറ്റേ ക്യാമറ കിടിലായിട്ടുണ്ട്. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? ഗംഭീരമായിട്ടുണ്ട്. തല്ലുമാല കണക്ക് ഫുൾ ഫൈറ്റാ. WWE ഗുസ്തി പരിപാടിയിലൊക്കെ ഫാൻ ആണെങ്കിൽ പോവുക, കാണുക, അടിച്ച് പൊളിക്കുക തിയേറ്ററിൽ. ഈ ഇടിപ്പടം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റൈൽ ഒരു റെസ്ലിംഗ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വൈബാണ് അതിനകത്ത് കിട്ടുന്നത്. ഇത് നമ്മ വിചാരിച്ച പോലെ അല്ലല്ലോ, കയ്യിന്ന് പോയല്ലടാ. നല്ല കിട്ടില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പൊളിപ്പടം പറഞ്ഞാൽ പൊളിപ്പടം, ഒരു രക്ഷയില്ല മോനെ. സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട, ഞാൻ മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. മമ്മൂക്കയാണ് തൂക്കിയത്. മമ്മൂക്ക നോക്കി, ഈ വർഷം തുടക്കം നോക്കി. അയ്യോ എന്റെ മാഡം, സാർ കലക്കി പൊളിച്ചിരിക്കുക. പൊളി മച്ചാനെ, പൊളി. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. അയ്യോ എന്നാടാ അതിന് എന്താ പുള്ളി ഒന്ന് കാണിച്ചു പോയേക്കുന്നേ? അതിന് കറക്റ്റ് ബസൂക്ക 2.0. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. കോമഡി പീസ് പറഞ്ഞാൽ അസല് കോമാളി ക്യാരക്ടർ. ചതിച്ചു എന്നാ തോന്നുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക, എന്നിട്ട് സാറേ കൂതറ കോസ്റ്റ്യൂംസ്, കൂത്തറയും മോശം കോസ്റ്റ്യൂംസിൽ അടുത്താലും മമ്മൂക്കനെ കണ്ടിട്ടില്ല. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. വെറും അബദ്ധം കോസ്റ്റ്യൂംസ്. എന്നിട്ട് ചപ്പടാച്ചി വിഗും. അത് എന്റെ മുടിക്ക് കളർ അടിച്ച് എങ്ങനെ ഉണ്ടാവും? ഏകദേശം അതുപോലെ ഉണ്ട്. എന്നിട്ട് ഡയലോഗ് ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പുള്ളി പറയുന്നേ? എന്താ പറ, എനിക്കറിയില്ല. അതായത് ആ പൊട്ട് കൊച്ചി സ്ലാങ്ങില് എന്തൊക്കെയോ പറയാ. ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ മാസാണോ ഉദ്ദേശിച്ചത്? സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. വാൻ പരിപാടി നടക്കുന്നിടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രി. എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി. അതും ഇതും പറയും നാട്ടുകാരെ അറിയിക്കാതെ അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. മമ്മൂക്കയെ കുറിച്ചൊക്കെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം സിനിമകളും ഈ റിവ്യൂയെ കുറിച്ച്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മമ്മൂക്ക അതിനെയൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തിരുന്നത്? അതിപ്പോ പറയാൻ കഴിയില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇറങ്ങുന്ന ഒരു പത്രമല്ലേ? 2 ആഴ്ച സിനിമ 2 ആഴ്ച കഴിഞ്ഞാണ്. കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും, തിരികെ പോരും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. തങ്കപ്പെട്ട മനുഷ്യൻ. വെറുതെയല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. മമ്മൂട്ടി ദ ലെജൻഡറി ആക്ടർ ഈസ് ഓൾവേസ് സെൻസിബിൾ. അദ്ദേഹം എപ്പോഴും സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റിവ്യൂവിന്റെ വഴിക്ക് വിടോ. സിനിമ വിജയിക്കേണ്ടത് വിജയിക്കും. അതിപ്പോ റിവ്യൂസ് നിർത്തി കഴിഞ്ഞാൽ പോലും എല്ലാ സിനിമയും വിജയിക്കില്ല. അതൊരു ഫാക്റ്റാണ്. അത് പറയില്ല നിങ്ങൾ ദയവ് ചെയ്തിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ആ ഒരു സാധനം മാത്രം നിങ്ങൾ പറയരുത്. പല ആളുകളും സിനിമ പരാജയപ്പെടുമ്പോൾ അതിന്റെ കുറ്റങ്ങൾ മറ്റുള്ള തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറെ നാൾ നടക്കുന്നതാണ്. ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തിയാരെന്നറിയോ? ഈ ഞാൻ വളർന്നു വലിയവരായിപ്പോ ആർക്കും എന്നെ വേണ്ട. ഓരോ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വിടുക. സിനിമ നല്ല സിനിമകൾ എടുക്കുക, അത് വിജയിച്ചോളും. എല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണികണ്ഠ. എന്നാ പിന്നെ ഞങ്ങൾ വഴിക്കണില്ല. വരട്ടെ.